slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up and make a statement. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up and make a statement. Everything I do so instinctive and so passionate. Every word I move so descriptive like an adjective. I got a vendetta against people who patented being negative when you should be getting after it. I got facts over tracks, this and that. Spitting slow, spitting fast. I could roast, I could gas. Think I'm okay at last, but I don't know if that can erase all the past. And the pettiness, a reflection of the emptiness. Hilarious, you think you're worth my time, you're delirious. Mysterious, because you hide behind a fake exterior. Inferior, you know I'll always be a bit superior. Get off of me, this ain't no humble brag. Hello guys, welcome back to J Snaps. ഇന്ന് ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ എന്ന് പറയണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷെ ഒരാൾ സെൽഫ് പ്രൊമോന് വേണ്ടിയിട്ട് അപ്പുറത്തെ സൈഡിൽ മാറി നിൽക്കുന്നുണ്ട്. കണ്ട പുതിയ ലുക്കും കോലത്തിലും ഒക്കെയാണ് ഇറങ്ങിയിരിക്കുന്നത്. ഒരു കയ്യബദ്ധമാണ് സത്യം പറഞ്ഞ. എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. യെസ്, ഇന്ന് ക്രിസ്മസ് ആണ്. അപ്പോൾ ഞങ്ങളുടെ ഭാഗത്ത് നിന്നും വെരി വണ്ടർഫുൾ, വിഷ് ഓൾ ദ ഹാപ്പിനെസ് എന്നൊക്കെ പറഞ്ഞുകൂടി വീഡിയോ കാണുന്ന എല്ലാവർക്കും മേരി ക്രിസ്മസ്. അപ്പോൾ ഞങ്ങൾ ഇന്ന് ക്രിസ്മസ് പ്രമാണിച്ച് ഞങ്ങൾ തന്നെയുള്ളൂ ഇവിടെ, അതുകൊണ്ട് ഞങ്ങൾ പുറത്തു പോകാൻ തീരുമാനിച്ചു. ഞങ്ങൾ ഔട്ടിംഗ് ആയിട്ട് ഡെൻമാർക്കിലെ മെയിൻ ആയിട്ട് ഒരു അട്രാക്ഷൻ ഉണ്ട്, ടിവോലി ഗാർഡൻസ്. അതൊരു അമ്യൂസ്മെന്റ് പാർക്കാണ്. കുറേ കൊല്ലം ഓൾഡസ്റ്റ് അമ്യൂസ്മെന്റ് പാർക്ക്, അങ്ങനെ എന്തോ ഒരു ഹിസ്റ്ററി ഉണ്ട്, ഞങ്ങൾ നോക്കിയിട്ട് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ നമ്മൾ അത് വിസിറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. അത്യാവശ്യം നല്ല റഷൊക്കെ ഉണ്ട്. ഇപ്പോൾ നാട്ടിലെ വീഗാലാൻഡ് പോലെയൊക്കെ, അതുപോലെ വാട്ടർ റൈഡ്സ് ഒന്നുമില്ല, പക്ഷേ ലാൻഡ് റൈഡ്സും അങ്ങനെ ഒരുപാട് ഡെക്കറേഷൻസും ക്രിസ്മസിന് ഇവിടെ ഓരോ സെലിബ്രേഷൻ അനുസരിച്ച് അവിടുത്തെ ഡെക്കറേഷൻ അതിനനുസരിച്ച് മാറ്റും. ഇപ്പോൾ ഹാലോവീൻ അവിടെ മെയിൻ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യും. പിന്നെ ഞങ്ങൾ ഹാലോവീനിന് ജസ്റ്റ് ഫ്രണ്ടിൽ പോയി നിന്ന് 1-2 ഷോട്ട്സ് എടുത്തിട്ട് വന്നായിരുന്നു. ഞങ്ങൾ ഉള്ളിൽ കയറിയില്ല, ഭയങ്കര തിരക്കായിരുന്നു. അപ്പം നമ്മൾ വിചാരിച്ചു ക്രിസ്മസിന് എന്തായാലും നേരത്തെ കൂട്ടി ടിക്കറ്റ് ബുക്ക് ചെയ്ത് പോകാമെന്ന്. അത്യാവശ്യം നല്ല തിരക്കുണ്ട്, നല്ല ടിക്കറ്റ് റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ ഇന്ന് ഫുൾ ഡേ ആണ് അത് അവിടെ എടുത്തേക്കുന്നത്. അവിടുത്തെ ലൈറ്റ് വർക്ക്സ്, ഫയർ ക്രാക്കേഴ്സ് എല്ലാം കണ്ടിട്ട് വരാം. അപ്പോൾ നമ്മൾ നേരെ ഇവിടുന്ന് ഇറങ്ങുന്നു, നേരെ സെൻട്രൽ സ്റ്റേഷനിൽ പോകുന്നു, അവിടുത്തെ പരിപാടിയൊക്കെ കണ്ടിട്ട് വരാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടെ മേരി ക്രിസ്മസ്, ഹാപ്പി ക്രിസ്മസ്. ഹലോ ഗൈസ്, അപ്പോൾ നമ്മളോട് വീട്ടിലിരിക്കാൻ പറഞ്ഞുകൊണ്ട് ചെറുതായിട്ട് മഴ പെയ്യുകയാണ്. അപ്പോൾ നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ നമ്മൾ നേരെ ബിൽഡിങ്ങിൽ നിന്ന് ഇറങ്ങി നമ്മൾ നേരെ മെട്രോ സ്റ്റേഷനിലോട്ട് നടക്കുന്നു. മെട്രോ വേണമെങ്കിൽ കയറാം, നേരെ ഓപ്പോസിറ്റ് ബസ് വേണേൽ പിടിക്കാം. ഏതാണേലും 5 മിനിറ്റത്തെ ദൂരമേ ഉള്ളൂ. എനിക്ക് മെട്രോ പൊതുവേ ഇഷ്ടമാണ്, നല്ല രസമാണ്. ശില്പ എപ്പോഴും മെട്രോ ആണ് പ്രിഫർ ചെയ്യാറുള്ളത്. നല്ല രസമുണ്ട്, ചെറുതായിട്ട് മഞ്ഞ് പൊടിയുന്ന പോലെ ഉണ്ട്, നല്ല തണുത്ത് ഇങ്ങനെ ഇങ്ങനെ സ്പ്രേ അടിക്കുന്ന പോലത്തെ അപ്പോൾ നല്ല രസമുണ്ട്. നമ്മൾ ഈ കുഞ്ഞിലേ ആകുമ്പോൾ മറ്റേ ഞാൻ പല്ലി അയച്ചിട്ട് ബ്രഷ് ചെയ്ത് ഇങ്ങനെ തെറിപ്പിക്കായിരുന്നു. അപ്പോൾ എനിക്കിങ്ങനെ ഈ ചെറുതായിട്ട് വെള്ളം ഇങ്ങനെ സ്പ്രേ ചെയ്യുന്ന പോലെ നല്ല രസമാണ്, ആ ഒരു ഫീലാണ്. നമുക്ക് നേരെ ടിവോലിയിട്ട് പോവാം. ഇനി ഡയറക്റ്റ് അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം. ഗൈസ്, നമ്മൾ ക്രിസ്മസ് ആയതുകൊണ്ട് ഡെൻമാർക്കിലൊക്കെ നോർമലി എല്ലാവരും വീട്ടിൽ തന്നെയാണ് ഇരിക്കുക. ടൂറിസ്റ്റുകളായിട്ടുള്ളവർ മാത്രമേ ഓരോ സ്പോട്ടൊക്കെ വിസിറ്റ് ചെയ്യാൻ ഇറങ്ങിയുള്ളൂ. നമ്മുടെ മെട്രോ നോക്കിയാൽ അറിയാം, ആകെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് 1-2 പേരേ ഉള്ളൂ. എല്ലാവരും റെസ്റ്റ്. ഇതാണ് നമ്മുടെ ശരിക്കും ടിവോലി എന്ന് പറയുന്നത്. ഇതിൻ്റെ ഉള്ളിലോട്ടുള്ള ഏരിയ മൊത്തമാണ്. യെസ്, അടുത്ത എൻട്രൻസിൽ പോയി കയറാം. ഗൈസ്, നമ്മൾ ടിവോലിയുടെ മെയിൻ എൻട്രൻസിലെത്തിയേക്കാണ്. ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ശില്പാജി അവിടെ നിൽക്കേണ്ടത് പിങ്ക് കളറിൽ. എപ്പോഴും നമ്മൾ വീഡിയോയിൽ കാണുന്ന ടിവോലി ഇതാണ്. ഇത് ഓരോ സീസണും അതിനനുസരിച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടാവും. നമ്മുടെ മുമ്പത്തെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും നമ്മൾ ഹാലോവീന് വേണ്ടിയിട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ഇതിപ്പോൾ ഫുൾ ക്രിസ്മസ് സെലിബ്രേഷനാണ്, അതിന് വേണ്ടിയിട്ട് ഡെക്കറേറ്റ് ചെയ്ത് അടിപൊളി ഭംഗിയാക്കി നിർത്തിയിട്ടുണ്ട്. അത്യാവശ്യം തിരക്കുണ്ട്, ആൾക്കാർ ക്യൂവും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട്. ശില്പ പിങ്ക് ഡ്രസ്സ് ഇട്ടിട്ട് നടുക്ക് വന്ന് നിൽക്കുന്നു. ടിവോലിയുടെ നടുക്ക് നമ്മൾ നേരെ കയറി. ഇവിടെ ടിക്കറ്റ് അല്ലെങ്കിൽ പാസ് കാണിക്കേണ്ട ഏരിയ ഉണ്ട്. ഇവിടെ അല്ലാണ്ട് ടിക്കറ്റ് എടുക്കാനും പറ്റും. അതിൻ്റെ ഫീസും കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്.
എൻട്രി ടിക്കറ്റ് നമ്മൾ 208+ ഇയേഴ്സിൻ്റെ 200+ ടിക്കറ്റാണ് പെർ ഹെഡ് എടുത്തേക്കുന്നത്. 200 DKK ആണ്. What if I want to re-enter? Then you have to get a free entry stayed by the guards. Okay, thank you. ഹായ്, മെറി ക്രിസ്മസ്. യെസ് യെസ്, എന്തൊക്കെയോ എഴുതിയിട്ടുണ്ട് ഗൈസ്. ഇത് വരും ബ്രോഷറാണ് പാസേ ഉള്ളൂ. ഉള്ളിൽ. അല്ല, അവരത് സ്കാൻ ചെയ്തല്ലോ, വെർച്വലായിട്ട് സ്കാൻ ചെയ്തല്ലോ. പക്ഷെ ഒക്കെ മഴ നനഞ്ഞു കിടക്കുന്നു, എന്നാലും നമുക്ക് എൻജോയ് ചെയ്യാം. ഓക്കെ, ഹായ്. ചൈനീസ് പോലെ കെട്ടിയൊക്കെ വെച്ചേക്കും. യെസ്, ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. നമ്മളത് ടിക്കറ്റൊക്കെ സ്കാൻ ചെയ്ത് നേരെ അകത്തോട്ട് കയറി മെയിൻ എൻട്രൻസിൻ്റെ വ്യൂ ആണ് കണ്ടത്. അതേപോലെ തന്നെ ഇത് നടുക്ക് നല്ല ഫുൾ ഡെക്കറേറ്റ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. സൈഡിലൊക്കെ ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. എല്ലാം നമുക്ക് വിശദമായിട്ട് കാണിച്ചു തരാം. നമ്മൾ ആദ്യമായിട്ട് കയറിയിട്ട് നമ്മളിങ്ങനെ വരുമ്പോൾ കാണുന്നത് ഒരു ചൈനീസ് ഡിസൈനുള്ളൊരു കാര്യങ്ങളാണ്. ഡെക്കറേഷനും കാര്യങ്ങളും. ഒരു സ്റ്റേജാണ് ആക്ച്വലി കേട്ടോ. ഇവിടെ പ്രോഗ്രാം നടത്താൻ വേണ്ടിയിട്ട് ഒരുപാട് സീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ട്രീയും കാര്യങ്ങളൊക്കെ ഫുൾ മഞ്ഞ് വീണ അതിൻ്റെ ഒരു സെറ്റപ്പിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഇതാണ് നമ്മൾ പറഞ്ഞ മെയിൻ നമ്മുടെ സ്റ്റേജ്. ഹലോ ഗൈസ്, നമ്മള് ചാർലി ആൻഡ് ചോക്ലേറ്റ് ഫാക്ടറിയിൽ കണ്ടതുപോലെ ഒരു ബൊമ്മ കളിക്കുന്ന പോലത്തെ ഒരു ഇത് കണ്ടു, സെറ്റപ്പ് കണ്ടു. അവർ ക്രിസ്മസിന് ശരിക്കും ഡാനിഷുകാരെ എന്ത് രീതിക്കാണോ സെലിബ്രേറ്റ് ചെയ്യുക അതിനെല്ലാം ഡെപ്പിക്ട് ചെയ്യണ പോലെയാണ് മൊത്തത്തിൽ. വാഫിൾസ് ഉണ്ടാക്കുക, ഡോണറ്റ്സ് ഉണ്ടാക്കുക, പിന്നെ വേണ്ട കപ്പ് കേക്ക്സ് ഉണ്ടാക്കുക, ഇതൊക്കെയാണ് ഇവർ മെയിൻലി ചെയ്യുന്നത്. ഇവിടെ ഡാനിഷ് വീടുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ അതിനെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്ന പോലെയാണ് ഈ ഒരു പാവകളിൽ നിന്ന് ഇളകിക്കൊണ്ടിരിക്കുന്നത്. ക്രിസ്മസ് അപ്പൂപ്പൻ്റെ വേഷത്തിൽ ഇങ്ങനെ ഇങ്ങനെ ആടുന്ന അതാണ് മൊത്തം കാണുന്നത്. നല്ല രസമില്ലേ? ഡോണറ്റ് ഉണ്ടാക്കുന്നുണ്ട്, അവിടെ വാഫിൾസ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പുറത്തെ ഒരു ക്രിസ്മസ് അപ്പൂപ്പനുണ്ട്. കരടി രണ്ട് പിള്ളേരും പാല് കുടിക്കാൻ. കരടി ഇല്ല, അത് പൂച്ച. ഇത്ര വലിയ പൂച്ച ഇങ്ങനെ ഈ ഷേപ്പിലൊന്നും പൂച്ചയൊന്നുമില്ല. പാലക്കാട് ഉണ്ടാവും. ഓഹോ, ഓക്കെ, അങ്ങനെ ഇവിടെ വേറെ ഹായ്. ഈ അപ്പൂപ്പൻ എന്താ ചെയ്യുന്നേ? ചപ്പാത്തിക്കോല് അടിച്ച് പരത്തുന്നുണ്ടോ? എന്തോ ബേക്കിംഗ് ആണോ ഫുള്ള്? അതെ. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ ഒരു കാഴ്ചകൾ.
അപ്പോൾ എന്താണ് മേടിക്കാൻ പോകുന്നത്? യെസ്, ഇതേ നല്ല മഞ്ഞ കളറ് ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. യെസ്, വാഫിൾസ് ഹോട്ട് ഡ്രിങ്ക്സ് ശില്പയുടെ ഫേവറേറ്റ് സ്പോട്ടായിരിക്കും. യെസ്, നമ്മളെന്താ മേടിക്കാൻ പോകുന്നത്? ഇതിലേതാ? യെസ്, ഹോട്ട് ചോക്ലേറ്റ്. എനിക്കെന്താണ്? യെസ്, എനിക്ക് വേറെ വേണം. എനിക്ക് വാഫിൾസ്. എന്താണ് ഐറ്റം? ഇഷ്ടപ്പെട്ടോ? പയ്യെ കുടിക്കണം. ഹായ്, നല്ല രസമുണ്ട്. നിന്റെ മേളിൽ കണ്ടോ? തിരിഞ്ഞു നോക്ക്. ഫോട്ടോ അല്ലേ ഇത്, വീഡിയോ. അവിടെ ഒരു ഷിപ്പ് കിടക്കുന്നുണ്ടോ? നല്ല പണി. എവിടെ? ഡെൻമാർക്ക് വൈക്കിങ്സ് ആണെന്ന് കാണിച്ചുകൊണ്ട് വലിയൊരു ഷിപ്പ്, പഴയ ഒരു ഷിപ്പ് നിൽക്കുന്നു. നമ്മൾ വൈക്കിങ്സ് എന്ന് പറഞ്ഞ വെബ് സീരീസ് കണ്ടവരുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് വെബ് സീരീസിലൊന്നാണ്. അതിനകത്ത് റാഗ്നർ ലോത്ത്ബ്രോക്കാണ് എൻ്റെ ഫേവറേറ്റ് ക്യാരക്ടർ. അപ്പം യെസ്, അവർ ഷിപ്പിലിങ്ങനെ ഒരു പ്രദേശത്ത് നിന്ന് വേറെ സ്ഥലത്ത് പോയിട്ട് അവിടെ കീഴടക്കുന്ന പോലെ. അപ്പോൾ വൈക്കിങ്സുകളുടെ നാടെന്നാണ് ഡെൻമാർക്ക് അറിയപ്പെടുന്നത്. അപ്പോൾ അതിനെ റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ട് ഒരു ഷിപ്പ് ഇവിടെ കിടപ്പുണ്ട്. നല്ല ഭംഗിയുണ്ട് ടേസ്റ്റ്. ഇരുന്നെന്തായിരുന്നു?
ഇതാ നമ്മള് 4:30 പറഞ്ഞ ഷോ ആണോ? 4 എങ്ങാണ്ട് ലാൻസിങ് ഡൈറ്റ് എന്ന് പറഞ്ഞിരുന്നു. ഹായ്. നമ്മൾ ഏകദേശം റൈഡിൻ്റെ ഒക്കെ സെൻട്രൽ ഏരിയയിലാണ് വന്ന് നിൽക്കുന്നത്. നമ്മൾ ഓരോ റൈഡും ഇങ്ങനെ പോകുന്നൊക്കെ നോക്കുകയാണ്. ശില്പയ്ക്ക് റൈഡ് പേടിയായതുകൊണ്ട് കുഞ്ഞു പിള്ളേർ വരെ റൈഡിൽ പോകണം കണ്ടിട്ട് പേടിച്ച് നിൽക്കുകയാണ്. നമ്മുടെ വീഗാലാൻഡിൽ വെച്ച് നോക്കുമ്പോൾ തന്നെ അത്ര വലിയ റൈഡൊന്നും ഇല്ല, പക്ഷേ അത്യാവശ്യം ഹൈറ്റ് ഉണ്ട്. പക്ഷെ ഇതിലൊന്നും ഇപ്പം ആരും പോകുന്നില്ല. ഫില്ല് ചെയ്ത് ഇരുത്തിയിട്ടുള്ള ഫീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒറ്റ വരവും വരും മേളിൽ. ഡെൻമാർക്ക് മാത്രമല്ലടാ, എല്ലാം കാണും. ചിരി കാണിച്ചു തരട്ടെ. 20 ക്രോണ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ ഏത് വേണമെങ്കിലും എടുക്കാം. ഇങ്ങനെ വരുമ്പോൾ ആ ചില്ലിനകത്ത് ഒരെണ്ണം കണ്ടോ, ചില്ലിന്റെ പുറത്ത് ഒരെണ്ണം കണ്ടോ. 20 ക്രോണ പോലെ കൂടുതൽ വേണം. ഫ്രീയാ. അതിൽ നിന്ന് ഒരെണ്ണം എടുത്താൽ ഇത് ഫ്രീ. പിന്നെ മീൻ പിടിച്ചത് വന്നിട്ട് ഇവിടുത്തെ ട്രഷർ ഇപ്പൊ ബാർ ഹൗസ് റിലീസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ആ സമയം വെച്ച് നമ്മൾ നോക്കുമ്പോൾ ട്രഷർ ഇവിടുത്തെ ആഭരണക്കടയാണെന്ന് കമ്മലിന് 150 ക്രോണ. എന്തോ കമ്മല് കണ്ടോ, അതിന് 150 ക്രോണ. നാട്ടിലത്തെ എത്രയാ? ഇതൊക്കെ വിലമതിക്കാനാവാത്ത സാധനങ്ങൾ. അതുകൊണ്ട് നമ്മൾ ഇതിന് റേറ്റ് പറഞ്ഞ് ചെക്ക് ചെയ്തിട്ട് കാര്യം. ഇഷ്ടപ്പെട്ട വാങ്ങിക്കാം. ഇഷ്ടമല്ല പോരി.
വാ. ഇവിടെ ചൈനക്കാരാണ് കൂടുതൽ വരുന്നതെന്ന് തോന്നുന്നു. മൊത്തം ചൈനീസ് ഐറ്റംസ്. റെസ്റ്റോറൻ്റ് അല്ല, ഷോപ്പ്. ഇവിടെ റൈഡ് പോലെ ഒരു ഐറ്റം ഒന്നും തോന്നുന്നല്ലേ. കുതിരകളുണ്ട്. കുതിരയുടെ പുറത്ത് കയറിയെന്ന് നമുക്ക് റൈഡ് ചെയ്യാം. കുട്ടികൾക്കുള്ള അടുത്ത ട്രെയിൻ വരുന്ന ഒരു റൈഡ് ഉണ്ട്. ഇതിനകത്തൂടെ ട്രെയിൻ വരും, പിള്ളേർക്കുള്ളതല്ല. റൈഡ്സ് ആണല്ലേ കൂടുതലും. നമ്മൾ കാണാൻ പോകുന്നത് ഡെൻമാർക്കിൽ ഒരു പാലസ് വൈബിൽ സെറ്റ് ചെയ്തേക്കുന്നതാണ്. മുകളിലും മൊത്തം നോക്കിയറിയാം ഡാനിഷ് ഫ്ലാഗ്സ് ഇങ്ങനെ കാറ്റത്ത് ഫ്ലൈ ചെയ്യുന്നുണ്ട്. ഒരു വലിയ ക്രിസ്മസ് ട്രീ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് അവർ. നല്ല ഹൈറ്റ് ഉണ്ട്. നല്ല ഹൈറ്റുള്ള ഒരു ക്രിസ്മസ് ട്രീയും അതുപോലെ തന്നെ പാലസും.
ടിവോലിയുടെ ഉള്ളിലെ താജ്മഹലാണ് നമ്മൾ ഈ കാണുന്നത്. ഹായ്, ഇരുട്ടത്താരാന്ന് കണ്ടോ? താജ്മഹലില് ദേ അവര് പരസ്യം ഓടിക്കുന്നതാണോ അതോ എന്തെങ്കിലും ഷോ ആണോ എന്നറിയില്ല. ഇങ്ങനെ ഇങ്ങനെ കറങ്ങും ഗൈസ്. നമ്മൾ രാവിലെ വന്ന് വെട്ടത്ത് കണ്ടത് തന്നെ നമ്മൾ രാത്രിയിൽ വന്ന് ലൈറ്റത്ത് കാണുന്നു. പരിപാടിയിൽ ചെറിയ ഭേദഗതി വരുത്തുന്നുണ്ട്. സംഘാടകരിൽ ഒരാൾക്ക് കുമ്മട്ടിക്ക ഗ്യാസ് 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 കുമ്മട്ടിക്ക ഗ്യാസ്. അമ്മൂസിന് ഇഷ്ടപ്പെട്ട കുമ്മട്ടിക്ക ഗ്യാസ്. ഞങ്ങൾ അവനെ അവൻ എന്നാണ് വിളിക്കുന്നത്. അവൻ വന്നോ? അവൻ പോയോ? ചത്തട്ടില്ലടാ. ആ ഡാൻസ് കളിക്കുന്ന പൂവിൻ്റെ ഒക്കെ അടുത്ത് രാത്രി പോവാന്ന് പറഞ്ഞ തേച്ചു തന്നെ വെറുതെ പറ്റിച്ചു. ദേ രാവിലെ ഫോട്ടോ എടുക്കാൻ പറഞ്ഞിട്ട് ഇതിലെയാണ് കേസ്. നമ്മൾ രാവിലെ 1-2 ഫോട്ടോ എടുത്തു. അത് നമ്മളിപ്പോൾ വീഡിയോയിൽ ചിക് ചിക് എന്ന ബാക്ക്ഗ്രൗണ്ട് സൗണ്ടോട് കൂടി കാണിക്കുന്നതാണ്. കിടന്ന് ഫോട്ടോ എടുക്കുന്ന ഒരു ചേച്ചിനെയാണ് നമ്മളിപ്പോൾ കാണുന്നത്. നമ്മൾ ഇതിൽ ഇറങ്ങി പോയപ്പോഴല്ലേ അത് കണ്ടേ? അവിടെ പോയി കഴിക്കണോ റാഫിൾസ്? നല്ല എൻട്രൻസും ലൈറ്റോട് കൂടി ഒരു വഴിയിൽ കൂടിയാണ് നമ്മളിപ്പോൾ നടക്കുന്നത്. നമുക്ക് ലെഫ്റ്റ് സൈഡിലൂടെ ആരും ഓവർടേക്ക്, റൈറ്റ് സൈഡിലൂടെ ആരും ഓവർടേക്ക് ചെയ്യാൻ നോക്കി. പക്ഷെ നമ്മൾ ഇടിച്ചു കയറി നടന്നിരിക്കുകയാണ്. ഇപ്പോൾ റാഫിൾസ് ഉണ്ടോ? കൊള്ളാം. റാഫിൾസ് അല്ല, വാഫിൾസ്. ഓക്കെ ഗൈസ്, അപ്പം നമ്മൾ ഈ റൈഡ് ഇവിടെ വെച്ച് നിർത്തി നമ്മൾ ഈ ഷോപ്പിൽ വന്ന് വാഫിൾസ് മേടിക്കാൻ പോവുകയാണ്. ഹോട്ട് ചോക്ലേറ്റ് ഉണ്ട്, അതെനിക്കിഷ്ടമായില്ല. വെറുതെ ചൂടുവെള്ളത്തിൽ കുറച്ച് ചോക്കോസ് കലക്കിയ പോലെ ഉണ്ടായിരുന്നു നേരത്തെ മേടിച്ചിട്ട്. നമ്മൾ നേരത്തെ നോക്കിയ അതേ മെനു തന്നെയാണ്. ഇതാണ് ശരിക്കും നമുക്കും കിട്ടാൻ പോകണമെന്ന് തോന്നുന്നു. ടോഫി ആപ്പിൾ എന്നുള്ള ഐറ്റമാണിത്. ഇത് ആരൊക്കെ മേടിച്ച് കഴിക്കുന്നത് ഞാൻ കണ്ടിരുന്നു. പക്ഷേ എക്സാക്റ്റ് എന്ത് ഐറ്റം എന്നറിയില്ല. ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ശരിക്കും ഇത് ആപ്പിൾ തന്നെയാണ്. ആപ്പിളിൽ ഓട്ടയിട്ടിട്ട് അവരെന്തൊക്കെയോ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആപ്പിളിൻ്റെ മുകളിൽ ടോപ്പിൽ എന്തൊക്കെയോ ചെയ്ത് വെച്ചേക്കുന്നുണ്ട് ഗൈസ്. ഹായ്, നല്ല ചൂടത്ത് ശില്പാക്കി ചുണ്ടിരിയായിട്ട് നിൽക്കണ കണ്ടോ? നമ്മുടെ കുമ്മട്ടിക്ക ഗ്യാസ് നിൽക്കണുണ്ടോ? കുമ്മട്ടിക്ക ഗ്യാസ്. Hi. Yeah? Would you like anything on the Belgian? Would you like whipped cream on the hot chocolate? Adesso ancora un minutino, ma c'è. C'è un altro Belgium, senza niente. പിന്നെ ഗ്യാസൊക്കെ പോയി. വെക്കുന്നത്
എങ്ങനെയുണ്ട്? സൂപ്പർ ടേസ്റ്റി. ഇച്ചിരി എനിക്കും തരുമോ? നമ്മൾ രാവിലെ വന്നപ്പോൾ നല്ല ഭംഗിയിൽ വെട്ടത്ത് കണ്ട സെയിം ഇതാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇപ്പോൾ ദേ ലൈറ്റൊക്കെ ഇട്ടിട്ട് നല്ല വേറെ ആംബിയൻസ് ആയിട്ടുണ്ട്. നടുക്ക് നല്ലത് നീല കളറിലെ പീല് പിടിച്ച് നിൽക്കുന്ന മയിൽ. ക്രിസ്മസിൻ്റെ മഞ്ഞ് പുതച്ച് നിൽക്കുന്ന കടകൾ, മഞ്ഞ് വീണ് കിടക്കുന്ന മരങ്ങൾ. നമ്മൾ ടിവോലിയൊക്കെ ഫുള്ള് ചുറ്റി കണ്ടിട്ട് നേരെ പുറത്തോട്ട് പോകാനുള്ള പ്ലാനാണ്. നമ്മൾ കയറിയ വഴി കൂടെ തന്നെ നമ്മൾ വന്നു. ടിവോലി, ദ പ്രൈഡ് ഓഫ് ഡെൻമാർക്ക്.